ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിലാണ് കോഴിക്കോട് ജില്ലയിലെ കയർ സൊസൈറ്റികൾ. ഭൂരിഭാഗം സൊസൈറ്റികൾക്കും ആവശ്യമായ വിപണി കണ്ടെത്താൻ കയർഫെഡിന് സാധിക്കാത്തതാണ് ഈ മേഖലയെ തകർത്തത്. മാസങ്ങളായി തൊഴിലാളികൾക്ക് ശമ്പളം പോലും നൽകാതെയാണ് കയർഫെഡിന്റെ ഈ പീഡനം. കോഴിക്കോട്ടെ കയർ സൊസൈറ്റിക്കാർ ഇഴപിരിക്കുന്ന കൊയിലാണ്ടി ചൂടിക്കും ബേപ്പൂർ ചൂടിക്കുമൊക്കെ കയറ്റുമതിയിൽ മുമ്പന്മാരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഉറപ്പിലും ഈടിലുമെല്ലാം മികവുറ്റ ചൂടികൾ. കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 100-ലധികം കയർ സൊസൈറ്റികളാണ് കയർഫെഡിന് കീഴിലുള്ളത്. പ്ലാസ്റ്റിക് കയറും ഇതര ഉൽപ്പന്നങ്ങളും വിപണി കൈയടക്കിയപ്പോൾ പോലും സൊസൈറ്റിക്കാരുടെ കയറുൽപ്പന്നങ്ങൾ ചോദിച്ചെത്തുമായിരുന്നു പലരും. എന്നാൽ ഈ സൊസൈറ്റിയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണിത്. ഈ പരമ്പരാഗത വ്യവസായം ലാഭകരമാക്കാനും വിപണി കണ്ടെത്താനും താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ കയർഫെഡിന്റെ തലപ്പത്തുണ്ടായിരുന്ന കാലത്ത് ദുരിതമില്ലായിരുന്നു തൊഴിലാളികൾക്ക്. എന്നാൽ ഉദ്യോഗസ്ഥർ വെറും ശമ്പളം പറ്റാനുള്ളവർ മാത്രമായി തീർന്നതാണ് തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഗോഡൌണിലാണെങ്കിൽ ചൂടി അതേമാതിരി മാറ്റുകളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ മേഖലയിലേക്ക് കയർഫെഡ് വേണ്ടത്ര ഒരു താല്പര്യം എടുക്കുന്നില്ല. മാർക്കറ്റിലേക്ക് ചൂടി എത്തിക്കാൻ വേണ്ടി കയർഫെഡിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കം നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സ്തംഭനാവസ്ഥ വരുന്നത്. തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് പോലും 6 മാസത്തിലധികമായി. മാസത്തിൽ ശമ്പളമാണെന്ന് പറഞ്ഞതിന് ശേഷം പൈസ അങ്ങനെ കിട്ടലില്ല. 2-3 മാസമൊക്കെ മര്യാദയ്ക്ക് വന്ന് പിന്നെ വന്നില്ല. പിന്നെ എപ്പോഴെങ്കിലാണ് കിട്ടുക. ആയിരങ്ങൾക്ക് അന്നം നൽകിയിരുന്ന ഒരു വ്യവസായമായിരുന്നു ഇത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നിലനിൽക്കാനാവാതെ ഊർദ്ധം വലിക്കുകയാണ് കയർ മേഖല. കോഴിക്കോട്ട് നിന്നും ക്യാമറാമാൻ സോനു വെള്ളിമാടുകുന്നിനൊപ്പം TK സബീന, റിപ്പോർട്ടർ.